ഹേ ഗായ്സ്, ഇതാണ് ടൊയോട്ട ലാൻഡ് ക്രൂയിസർ. ഇതിന് 304 ഹോഴ്സ് പവറും 700 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കുമുണ്ട്. എന്നാൽ എന്താണ് ഈ ഹോഴ്സ് പവറും ടോർക്കും? പറഞ്ഞു തരാം ഗൈസ്. ടോർക്ക് എന്ന് പറയുന്നത് ഒരു കാറിന്റെ പുള്ളിംഗ് പവറാണ്. സപ്പോസ് ഒരു നിർത്തിയിരിക്കുന്ന കാറ് നമ്മൾ അതിനെ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഒപ്റ്റിമൽ സ്പീഡിലേക്ക് എത്തിക്കുന്നതാണ് ടോർക്ക് എന്ന് പറയുന്നത്. എന്നാൽ പവർ ഓൺ ദ അതർ ഹാൻഡ്, പവർ എന്ന് പറയുന്നത് ആ ഒപ്റ്റിമൽ സ്പീഡിൽ എത്തിയിരിക്കുന്ന ഒരു കാറിനെ അതിൻ്റെ ഹയർ സ്പീഡ്, അതിനെ 40 km/h, 50, 60, 70, 80, അതിനെ ആ ഒരു ഒപ്റ്റിമൽ സ്പീഡിൽ നിന്ന് പിന്നീടുള്ള ഹയർ സ്പീഡിലേക്ക് ആ കാറിനെ എത്തിക്കുന്നതാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. നമുക്കതിനെ സിമ്പിൾ ടേംസിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. നമുക്ക് രണ്ട് ജീവികളെ എടുക്കാം, ആനയെയും അതുപോലെ ഒരു കുതിരയും എടുക്കാം. ആന എന്ന് പറയുന്നത് ടോർക്കിയാണ്, കുതിര എന്ന് പറയുന്നത് ധാരാളം കുതിരശക്തിയുള്ള, ദാറ്റ് മീൻസ് ഹോഴ്സ് പവർ ഉള്ള ഒരു ജീവിയാണ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു വലിയ ഭാരം നമ്മളൊരു ആനയുടെ മുകളിൽ വെക്കുന്ന സമയത്ത് ആനയ്ക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും, കാരണം ആന ടോർക്കിയാണ്, ആന പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യും. എന്നാൽ അതേ സമയത്ത് കുറേ ഭാരം നമ്മൾ ഒരു കുതിരയുടെ മുകളിലാണ് വെക്കുന്നതെങ്കിൽ ഇനീഷ്യലി അതിന് പോകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷം, അതായത് ഒരു ഒപ്റ്റിമൽ സ്പീഡിന് ശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുതിര വളരെ പെട്ടെന്ന് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം ആന ടോർക്കിയാണ്, ആന അതിൻ്റെ ഒപ്റ്റിമൽ സ്പീഡിൽ എത്തിക്കഴിഞ്ഞു, അതിനി പോകാൻ പറ്റില്ല. പക്ഷേ കുതിരയെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യലി കുതിര ധാരാളം സ്ട്രഗിൾ ചെയ്തെങ്കിലും കുതിര പതിയെ അതിൻ്റെ ഒപ്റ്റിമൽ സ്പീഡ് എത്തി ഈ ഹോഴ്സ് പവറും ടോർക്കും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കണും കൂടെ അടിച്ചു